ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന കേരള PSCയുടെ LGS എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യപേപ്പറിനെ കുറിച്ച് ഒരൊറ്റ വാക്ക്. ഈ ചോദ്യപേപ്പർ വളരെ ഈസി ആണെന്നാണ് പല യൂട്യൂബേഴ്സും പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഈസി അല്ല. ഇതിൽ കൺഫ്യൂഷൻ ആക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എക്സാം ഹാളിൽ ഒരുപാട് നേരം ഒരു ചോദ്യത്തിൻ്റെ പിന്നാലെ പോകാൻ ഒരു ഉദ്യോഗാർത്ഥി സാധ്യതയുണ്ട്. മാത്സിലെ 2 ചോദ്യങ്ങൾ തെറ്റാണ്, അതിൻ്റെ മുകളിൽ സമയം ചെലവഴിച്ചവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ, ഭരണഘടനയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ, ജോഗ്രഫിയിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ, ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും ചിലതൊക്കെ കുറച്ച് ആഴത്തിൽ പോയതുമാണ്. അങ്ങനെ 10-20 ചോദ്യങ്ങൾ പ്രശ്നക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പറയുന്നത്ര ഈസി അല്ല. അതിൻ്റെതായ നെഗറ്റീവ് മാർക്കുകൾ കൂടാൻ സാധ്യതയുള്ള ഒരു ചോദ്യപേപ്പറാണ്. എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എക്സാം ഹാളിന് പുറത്തു വന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന ഒന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ ഷീറ്റിലേക്ക് കിടക്കാം, ആൻസർ കീയിലേക്ക് കിടക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ആദ്യത്തെ ചോദ്യം അടിപൊളി ചോദ്യമാണ്. എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും. 1931 ഈ കോഡ് പേപ്പർ കിട്ടിയവർ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഇന്ന് രാവിലെ 9 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, യൂട്യൂബിൽ ചമ്പാരനാണ്. മൂന്നാമത്തെ ചോദ്യവും നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്തതാണ്. അത് റൗലത്ത് നിയമമാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. നാലാമത്തെ ചോദ്യവും ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, ഉദ്ധം സിംഗ്. ഇതൊക്കെ നമ്മൾ എന്തിലുണ്ട്? ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ്സിലുണ്ട്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. കഴിഞ്ഞ 3 ദിവസമായി നമ്മളിട്ട വീഡിയോയിലും ഇതുണ്ട്. അംബേദ്കർ ഇത് കരുതിയിട്ടതല്ല, ചരിത്രമായിരുന്നു. 2 ദിവസമായിട്ട് ചരിത്രം കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക്? ഇത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. പക്ഷേ അതൊന്ന് ഇരുത്തി ചിന്തിക്കുന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം ഒഴിവാക്കാനുള്ള ചോദ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി എല്ലാ ഉപസമിതിയും പഠിച്ചിരിക്കണമല്ലോ. പക്ഷേ ഈ ഡോക്ടർ BR അംബേദ്കറും സച്ചിദാനന്ദ സിൻഹയും ജവഹർലാൽ നെഹ്റുവും ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതിൽ നിന്നാണ് ഡോക്ടർ S രാധാകൃഷ്ണനിലേക്ക് എത്തിച്ചേരുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? നിങ്ങൾ പഠിച്ചതിൽ നിന്നല്ല, പഠിച്ചതിൻ്റെ മുകളിൽ നിന്നൊന്ന് ചിന്തിക്കണം. ഇവിടെ നിങ്ങൾ കുറച്ച് നേരം സമയം പിടിക്കും. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏവ? ഇതെല്ലാവരും പഠിച്ചു പോകുന്ന ചോദ്യമാണ്. ഇതിന് ശരിയുത്തരമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ PSC D എന്ന് പറഞ്ഞിട്ടുണ്ട്. സാഹചര്യം വെച്ച് നമുക്ക് D എന്ന ആൻസർ കൊടുക്കാം. ഞാൻ പിന്നീട് വിശദീകരിക്കാം. എങ്കിൽ പോലും ഞാൻ അതിൽ സംതൃപ്തനല്ല. ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ അല്ല അങ്ങനെയാണെങ്കിൽ ഇത്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം എന്നുള്ളതാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം സ്വത്ത് വാങ്ങാനുള്ള അവകാശം അല്ല എന്ന്. പക്ഷേ എല്ലാ ഇതിലും ഒറ്റ ഓപ്ഷനിൽ മാത്രമാണ് 2 ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാവാം, ഇതാവാം, ഇതാവാം. ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റില്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉദ്യോഗാർത്ഥികൾ കുറച്ച് നേരം ചെലവഴിക്കും. അതാണ് ഞാൻ പറയണത്. തുടക്കത്തിൽ തന്നെ ഒന്ന് തല കറങ്ങും ഈ കോഡ് കിട്ടുന്നവർക്ക്. നിർദ്ദേശക തത്വങ്ങൾ സമർപ്പിക്കുന്നതിനായി, തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? കോടതിയെ സമീപിക്കാനാകില്ല നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അത് ജസ്റ്റിഫയബിൾ ആണ് എന്നുള്ള കാര്യം നന്നായി അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് SCERT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. ആ ഭാഗം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഓക്കെയാണ്. നമ്മൾ ഭരണഘടനയിൽ ഇത് കൃത്യമായി പറയാറുണ്ട്. ഇതും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അടുത്ത ചോദ്യം എളുപ്പമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. പക്ഷേ SCERT പാഠഭാഗം പഠിച്ചു പോയ ഒരാൾക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാം. നിയമനിർമ്മാണം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ ആലുവ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. SNDP 1903, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ ആലുവയിൽ സർവമത സമ്മേളനമാണ് നടത്തിയത്. ഒന്ന് ഡീപ്പായി പഠിച്ച ആൾക്ക് മാത്രമേ ഇതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ LGSന്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ 10th ലെവൽ ഒരു LDCയോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെയൊക്കെ സയൻസിലും മാത്സിലൊക്കെ കുട്ടികൾ നന്നായി സ്കോർ ചെയ്യുന്നതാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗ നേതാവായ മലയാളി ആര്? അത് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റാവുന്നതാണ്. 12C ക്യാപ്റ്റൻ. നിങ്ങളുടെ കമൻറ്റ് പറയണേ ഈ ചോദ്യപേപ്പർ കണ്ടിട്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന്. 13 കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? അതും ഡയറക്റ്റ് ആൻസർ ഉള്ളതാണ്. അതേതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം 14ാമത്തെ ചോദ്യമാണ്. അത് നമുക്കറിയാം. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠസ്വാമികളിനെ PSC വീണ്ടും ഓർക്കാൻ തുടങ്ങി. സന്തോഷം. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത്? ഈ 2 എണ്ണത്തിൽ ഒരു കൺഫ്യൂഷൻ വരാം. ഇത്
രാമകൃഷ്ണപിള്ള രണ്ടാമത്തെ പത്രാധിപരും വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ്. നമ്മൾ ഈ ആഴ്ച തന്നെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം ബ്രസീലാണ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് കുഴക്കുന്ന ചോദ്യമാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു LGSകാരൻ പഠിച്ചു പോകാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിനാസായികയാണെന്ന് ഓർക്കുന്നവരുണ്ടാവാം. പക്ഷേ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് റെനിൽ വിക്രം സിംഘയാണ് ഇവിടുത്തെ ഉത്തരം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ SCERT ബുക്കിൽ നിന്ന് കയറി വന്ന ചോദ്യമാണ്. അവിടെ VPK മേനോനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗാർത്ഥികൾ അവിടെ വിട്ടുപോകാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അത് VP മേനോനാണ്, വാപ്പാല പങ്കുണ്ണി മേനോൻ. ചേരുംപടി ചേർക്കൽ എന്ന് പറഞ്ഞത് SCERT ബുക്കിൽ നിന്ന് നേരെ പകർത്തി എഴുതിയതാണ്. ഇതേ ഓർഡറിലാണ് SCERT ബുക്കിലുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ A1, B2, C3, D4 തന്നെയാണ്. 19 A ആണ് ആൻസർ. കണ്ടപ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ടാവും, ലഡു കൂട്ടിയിട്ടുണ്ടാവും. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ സ്ഥാപനം. SCERTയിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠം നന്നായി കലക്കി കുടിച്ചു പോയ ഒരാൾക്ക് മാത്രമേ ഇതിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. വെറുതെ വായിച്ചു പോയ ഒരാൾക്ക് പോലും ഉത്തരം എഴുതാൻ പറ്റില്ല. അത് ന്യൂഡൽഹിയാണ്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം നോക്കി അവിടെ ഐഡന്റിഫൈയിലേ നടക്കുള്ളൂ. അത് 21ാമത്തെ ചോദ്യം. അത്രയും ഡീറ്റെയിൽ ആയി പോയവർക്ക് SCERT ബുക്കുമായി കണക്റ്റഡ് തന്നെയാണ്. 1986 ആൻസർ. അവിടെയൊക്കെ പ്രയാസം വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ, അതും SCERT ബുക്കിലുള്ളതാണ്. അവിടെ അത് നന്നായി വായിച്ചു പോയ ഒരാൾക്ക് അത് ഓർക്കെയാണ്. അപ്പോൾ അത് 22ാമത്തെ ചോദ്യം ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ. ലോക ഫുട്ബോൾ ദിനം ഡീറ്റെയിൽ ആയിട്ട് ദിനങ്ങൾ പഠിച്ചു പോയ ഒരാൾക്ക് തന്നെ ഇത് പറയാൻ പറ്റുള്ളൂ. ലോക ഫുട്ബോൾ ദിനം ഏതാണെന്ന്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും കയറി വരികയാണ്. മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. അപൂർവമായ സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ വീണ്ടും ചോദിക്കാൻ തുടങ്ങി എന്നർത്ഥം അല്ലേ? അപ്പോൾ അവിടെ അത് കഴിഞ്ഞ ചോദ്യത്തിൻ്റെ പാറ്റേൺ നോക്കി മാത്രം പോയ ഒരാൾക്ക് ഈ ചോദ്യപേപ്പർ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 3 പാറ്റേണും നോക്കിയ ആൾക്ക്. കാരണം അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നു. അവിടെ ഉത്തരം പ്രതിഭ റായി ആണ് കേട്ടോ. 24 A ആണ് ഉത്തരം, പ്രതിഭ റായി ആണ്. ഇന്ത്യയിലെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റേത്? 25ാമത്തെ ചോദ്യമാണ്. അത് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതിലെ തെറ്റ് നമുക്ക് അറിയാം. അക്ഷാംശം ഏത് ഇവിടെ തെറ്റ് എന്ന് പറയുമ്പോൾ 25ാമത്തെ ചോദ്യമാണ്. ഏതെല്ലാമാണ് നമുക്ക് ഇവിടെ തെറ്റ് എന്ന് കണ്ടെത്താൻ പറ്റുക? B തെറ്റാണ്, അതുപോലെ തന്നെ Dയും തെറ്റാണ്. അതുകൊണ്ട് D ആണ് ആൻസർ. കാരണം അക്ഷാംശം 68 ഡിഗ്രി 7 മിനിറ്റ് വടക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് എന്ന് പറയുന്നിടത്ത് ആൻസർ Bയും Dയുമാണ്. അതുകൊണ്ട് D ആണ് വരിക. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി അത് സിയാച്ചിനാണ്. നേരത്തെ ചോദ്യം പോലെ തന്നെ പ്രയാസമില്ലാത്ത ചോദ്യമാണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്കറിയാം, കിഴക്ക് ഭൂട്ടാൻ എന്നുള്ളതാണ് തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ്. അതും അവിടെ ഏതൊരു PSC ഉദ്യോഗാർത്ഥിയും പഠിച്ചു പോകുന്നതാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. വിഷമം പിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒരു ആൻസർ കണ്ടെത്താൻ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉത്തരപർവ്വത മേഖല ഉണ്ട്, ഉത്തരേന്ത്യൻ സമതലുണ്ട്, തീരസമതലങ്ങളും ദ്വീപുകളുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പീഠഭൂമിയാണ് വേണ്ടത്. ആ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഹിമാലയം മൊത്തമായിട്ട് ഇന്ത്യയിലല്ല, ആ രീതിയിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം അവിടെ B ഒഴിവാക്കാൻ. ഇത് SCERT നന്നായി പഠിച്ചു പോവുകയും അതിനെ ബേസ് ചെയ്ത് ചിന്തിക്കുകയും വേണം. അപ്പോഴാണ് B എന്നുള്ളത് ഹിമാലയം തെറ്റാവുക. ഓക്കെ, മനസ്സിലായില്ലേ? മറ്റേ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ഹിമാലയത്തിനും പങ്കുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ, പക്ഷെ അത് SCERT ബുക്കിലുള്ള ഭൂപ്രകൃതി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 29ാമത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. SCERTയിലൂടെ നന്നായി പോയ ഒരാൾക്ക് ശൈത്യകാലത്തല്ല. ഓക്കെ, ശൈത്യകാലത്തല്ല കാൽബൈശാഖി അനുഭവപ്പെടുന്നത്. ബാക്കിയൊക്കെ റെഡിയാണ്. ഇതും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ചോദ്യമാണ്. മനസ്സിലായില്ലേ? സൂക്ഷ്മമായി പഠിച്ചു പോയ ഒരാൾക്ക് ആൻസർ കിട്ടാൻ പറ്റുള്ളൂ. ഇവിടെയും ഉദ്യോഗാർത്ഥികൾ, ഒരു ശരാശരി ഉദ്യോഗാർത്ഥി വേർത്തിട്ടുണ്ടായിരിക്കും. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയായത് ഏത്? 30ാമത്തെ ചോദ്യമാണ്. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഒക്കെ ശരിയാണ് ഇതിൽ കേട്ടോ, ഒക്കെ ശരിയാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയവർക്ക് മാത്രമേ ഇത് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതും ഞാനൊരു വിഷമമുള്ള ചോദ്യമായിട്ട് റൗണ്ട് ചെയ്യുകയാണ്. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. ഈ ചോദ്യം കൺഫ്യൂസിംഗ് ആണ്.
പക്ഷേ ഇതിന് ഉത്തരം എവിടെ ഉണ്ടെന്ന് അറിയോ? പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത പുതിയ SCERT ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട് അതിന് 40 കിലോമീറ്റർ വീതിയുണ്ടെന്ന്. ആ പുതിയ SCERT കണ്ടവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല അതേതാണ്, പാലക്കാട് ചുരമാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചുരങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ SCERT പാഠഭാഗം ഉൾപ്പെടുത്തി റിവൈസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്നുള്ളൊരു ഭാഗവും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കൂ, അവിടുന്ന് വീണ്ടും ചോദ്യങ്ങൾ കയറി വരികയാണ്. പാലക്കാട് ചുരമാണ്. ബാക്കി തൃശ്ശൂർ കാഞ്ഞങ്ങാട് സമതലം ഉണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടാവും. ഇന്ത്യയുടെ ഭൂപ്രകൃതി കൃത്യമായിട്ട് അറിയണമല്ലോ. അപ്പൊ പാലക്കാട് ചുരം തൃശ്ശൂർ ജില്ലയിൽ ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് എന്നുള്ളിടത്താണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സംശയം വരിക. പാലക്കാട് ചുരം പാലക്കാടാണെന്ന് അറിയാം, അത് പശ്ചിമ ഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണെന്ന് അറിയാം. ഇനി SCERT ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 40 കിലോമീറ്റർ വീതി ഉണ്ട് എന്നറിയാം. പക്ഷേ ഇനി അത് തൃശ്ശൂരിലാണോ ഇനി വേറെ എന്തെങ്കിലും സ്ഥലമുണ്ടോ ചിന്തിക്കുന്ന, എനിക്ക് നെഗറ്റീവ് വരരുത് എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് കുഴപ്പമുണ്ടാക്കാം. ഇവിടെയൊക്കെ സമയം പോവുകയാണ്. അതാണ് ഞാൻ പറയാനുള്ള കാരണം. നന്നായി പഠിച്ചു പോയ ഉദ്യോഗാർത്ഥിയെ കുഴക്കുന്ന ഒന്ന് വേർപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. കേരളത്തിലെ നദികളുടെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, നദികളെ കുറച്ചൊക്കെ നന്നായി പഠിച്ചു പോയിട്ടുണ്ടാവും. അവിടെ ഉള്ള നദികളുടെ മുഴുവൻ നീളം ഇങ്ങനെ വിശദമായി ഇന്നേ വരെ LGS ചോദിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഈ ചോദ്യത്തെ നമുക്കൊന്ന് പിടിച്ചു നിർത്താം. ഇതിന്റെ അർത്ഥം ഈ PSC ഇവിടെയും ഞാൻ പറയുന്നു, SCERT ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ മുൻകാല ചോദ്യങ്ങളും മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന 89 ചോദ്യങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ. അതിന്റെ മുകളിലൊന്നും കട്ട് ഓഫ് പോവില്ല ഈ പറയുന്നത് പോലെ. ഓക്കെ, അപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാനില്ല. ഇപ്പോൾ 32ാമത്തെ ചോദ്യം നമുക്ക് ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഇവിടെ ഉണ്ട് അതിന്റെ കീ, പക്ഷെ ഇവിടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ പമ്പ ഇവിടെ ഭാരതപ്പുഴ പമ്പ എന്ന് ഇവിടെ ഉണ്ട്. ഇതൊരൊറ്റ ഓപ്ഷനിൽ വെച്ചാൽ ഓക്കെ, ഈ ചോദ്യത്തെ ഞാൻ അംഗീകരിക്കുമായിരുന്നു. മറ്റത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകുന്ന ആ ചോദ്യം അത് കുറച്ച് ഒന്ന് കടന്നുപോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. അവിടെയും വെറുതെപ്പെടുത്തി കൊഴുക്കി. ഈ ഷിറിയ എന്നുള്ളൊരു നദി കാസർഗോഡ് ഉണ്ട്, സൂക്ഷ്മമായിട്ടാണ് പോയി. കാസർഗോഡ് അല്ലാത്ത ഒരാൾ ഷിറിയ എന്നുള്ള നദീനെ കുറിച്ച് പഠിക്കാൻ സാധ്യതയില്ല. കണ്ടോ, അവിടെ പ്രശ്നമായി കൊണ്ടുപോയിട്ട് പലരും ഉത്തരം ഷിറിയ എന്ന് എഴുതിയിട്ടുണ്ടാവും. കരുതിക്കുട്ടി നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അല്ലേ, അത് ചെയ്യരുതായിരുന്നു. ആ നിലവാരത്തിൽ വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളൊരു ചോദ്യമിട്, അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കും. ഓക്കെ, അപൂർവമായ ചോദ്യങ്ങൾ ഇട്ടോളൂ. അപ്പം നിങ്ങൾ 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ എത്ര ചോദ്യങ്ങളുണ്ട് PSCയുടെ, അതല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട എത്ര അപൂർവ ചോദ്യങ്ങളുണ്ട്, അപ്പോഴല്ലേ അത് ശരിയാവുക. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത CNW3 ആണ്. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ നോക്കൂ. കൺസെപ്റ്റ് വെച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. സിയാൽ പദ്ധതി എറണാകുളം. അതെന്താണ്? അത് നമ്മുടെ എയർപോർട്ടാണ് സിയാൽ എന്ന് പറയുന്നത് അല്ലേ. കൊച്ചിൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ടാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് സിയാൽ. അതറിയാവുന്ന ആൾക്ക് ബാക്കിയൊക്കെ വൈദ്യുത ജലപദ്ധതിയാണ്. ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. കാണാപ്പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ വെറുതെ പഠിച്ചു പോകുന്നവർക്കോ ഉത്തരം കിട്ടില്ല. 36ാമത്തേത് കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക എന്നുള്ളതാണ്. തർക്കേടില്ലാത്തൊരു ചോദ്യമാണ് എന്നാണ് എൻ്റെ അർത്ഥം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം വലിയ കുഴപ്പമൊന്നുമില്ല, അത് C എന്നുള്ളതാണ് ഉത്തരം. അത്യാവശ്യം പഠിച്ചു പോയവർക്ക് ചിന്നാർ എന്ന് കിട്ടും. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഇത് അടുത്ത കാലത്ത് ചോദിച്ചതാണ്. ഗ്രാമസഭയുടെ കൺവീനർ എന്ന് പറയുന്നത് വാർഡ് മെമ്പറാണ്. ഇവിടെ തന്നിട്ടുണ്ട്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? നല്ല കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ടുണ്ട്. 39ാമത്തെ ചോദ്യം അത് എറണാകുളമാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന സംയോജിത പോർട്ടൽ ഏത്? അതും നല്ലൊരു ചോദ്യമാണ്. 40A കതിർ ആപ്പാണ്. അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് നന്നായി പഠിച്ചു പോയവർക്ക് ഇവിടെ ഉത്തരം കിട്ടുള്ളൂ. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഓക്കെ, 41ാമത്തെ ചോദ്യം പഠിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചിട്ടുണ്ടാവും, രാജീവ് രഞ്ജൻ സിംഗ് ആണ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ഇത് ഓർത്തു വെച്ചിട്ടുണ്ടാവില്ല ആരും. ഇത് ഇപ്രാവശ്യത്തെ പാരീസ് 2024 വെള്ളിയേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഓർത്തു വെച്ചിട്ടുണ്ടാവില്ല അല്ലേ. സ്വർണം കിട്ടിച്ചാൽ ഓർത്തു വെക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളിതൊക്കെ പറഞ്ഞു പോയതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ. 42ാമത്തെ ചോദ്യം A ആണ്. അതുകൊണ്ട് തന്നെ അതും ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാൻ പോകാത്തൊരു ചോദ്യമാണെന്ന് ഞാൻ പറയുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ മാനവ വികസന സൂചിക 2022 ചോദിച്ചു, അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ 43ാമത്തെ ചോദ്യം അതും കുറച്ചൊരു ഉദ്യോഗാർത്ഥികളെ കൊടുക്കുന്നതാണ്. 134 44ാമത്തെ ചോദ്യം ഏതൊരു ഉദ്യോഗാർത്ഥിക്കും കിട്ടേണ്ടതാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധനാണ്.
സത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീനമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഖവ്വാലി. നോക്കൂ, ഈ ചോദ്യം ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല, സിലബസ് മാത്രം പഠിച്ചു പോകണവര്. അപ്പം ഈ സിലബസ് ഇത് മുഴുവൻ മുഗൾ കാലം ഒന്നും പഠിക്കണ്ട. അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഇതുമായി ബന്ധപ്പെട്ട 2-3 അനുബന്ധ വസ്തുത പഠിക്കുക. ഇതില്ലാതെ തന്നെ നമുക്ക് ഈ പരീക്ഷ പാസ്സാവാലോ. ഓക്കെ, അത്ര ആലോചിച്ചാൽ മതി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പരീക്ഷയിൽ പഠിച്ചു പോയവർക്ക് ഉത്തരം എഴുതാം. ഓക്കെ, അവർക്ക് വേണ്ട മാർക്കും കിട്ടും. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ എഡ്ജിലൊക്കെ നിൽക്കുന്ന ആൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അങ്ങോട്ട് മുഴുവൻ എത്തിയിട്ടില്ല. SCRT ബുക്ക്, മുൻകാല ചോദ്യ പേപ്പറുകൾ, ഇത് രണ്ടും പഠിച്ച ആളെയാണ് ഞാൻ. കറണ്ട് അഫയേഴ്സ്, PSC ബുള്ളറ്റിൻ കംപ്ലീറ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? പദ്ധതികൾ കംപ്ലീറ്റ്, ഇത് 4 പഠിച്ചു പോയവരെയാണ് ഞാൻ. മുഴുവൻ പഠിച്ചു പോയവർ, അത് നന്നായി റിവൈസ് ചെയ്ത് പോയവർ, ഓക്കെ, അവർക്ക് ഏത് എക്സാമും, ഇപ്പോൾ നടന്ന ഏത് എക്സാമും ഈസി ആയിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത്. 46ാമത്തെ ചോദ്യം. അവിടെ ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതിയത്. ജവഹർലാൽ നെഹ്റു ആണ്, പലതവണയായി ആവർത്തിച്ചു വരുന്നു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് അത് ഏതു മുതലാണ്? മാർച്ച് 1 മുതൽ, ഏപ്രിൽ 1 മുതൽ ഉണ്ടോ? ഇവിടെ ഡി ഉണ്ട്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. 47D. അത്യാവശ്യം നമ്മൾ ബഡ്ജറ്റൊക്കെ പഠിക്കണമല്ലോ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഇതും ഹിസ്റ്ററി നന്നായി പഠിച്ചു പോയ ഒരാൾക്കും SCRT പഴതും പുതുതൊക്കെ പരിചയമുള്ള ഒരാൾക്കും എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഗാന്ധിജി. ശ്രീലങ്കൻ ഇതിഹാസ താരം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. 49ാമത്തെ ചോദ്യം. ആൻസർ ചെയ്യണമെങ്കിൽ നല്ല കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പോകണം. ആ ചോദ്യവും ആളുകളെ കുഴക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ലോക അധ്യാപക ദിനം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 50B ആണ്. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ ദിശാബോധമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 51ാമത്തേത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട്. നോക്കൂ, ഇന്ത്യയിൽ ആദ്യത്തെ നമ്മൾ ഓർക്കണം ഇന്ദ്രയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടെ ഈ പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC ധാരാളം ചോദിക്കുന്നുണ്ട്. അപ്പം സൗരോർജ്ജം, അതായത് ഈ ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. കാരണം ആ ചോദ്യങ്ങൾ PSC ഇപ്പോൾ ധാരാളം ഉൾപ്പെടുത്തുന്നുണ്ട്. 2025 കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇപ്രാവശ്യം G20 ഉച്ചകോടി 2024 വിശദമായി നമ്മൾ പറഞ്ഞു തന്നൊരു ക്ലാസ് ആണ്. അത് ബ്രസീലിലാണ്. 2024 G20 ഉച്ചകോടി ബ്രസീലാണ്. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. സയൻസിലേക്ക് കടക്കുകയാണ്. അവിടെ നമുക്ക് 53ാമത്തെ ചോദ്യം. ഇത് വളരെ വ്യക്തമായിട്ട് SCRT ബുക്കിൽ നിന്ന് വന്നതാണ്. അവിടെ Bയും Cയുമാണ് ശരി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. സിരയും ധമനിയും മാറ്റി തന്നിക്കുകയാണ്. അതുകൊണ്ട് തന്നെ Bയും Cയും ആൻസർ വരുന്നത് ഏതാടോ? 53. Bയും Cയും, അതാ D വരുന്നു. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കേട എന്നറിയാത്ത ഒരു PSC-കാരനും ഉണ്ടാവില്ല. അത്യാവശ്യം പ്രവർത്തിക്കുന്നവരല്ലേ. 54. അതുകൊണ്ട് തന്നെ D ആണ് ശരി. Aയും Dയും ആണ് അവിടെ ശരി. വിറ്റാമിൻ Aയും Dയും ആണ് അല്ലേ? അവിടെ കേട എന്ന് ഓർത്തു വെച്ചാൽ മതി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എന്ന ചോദ്യത്തിന് അവിടെ അതാണ് ശരി. 54D ആണ്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. നേരെ SCRT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിലെ പഴയ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ കയറി വന്ന ചോദ്യമാണ് ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. 56 മുൻകാല ചോദ്യങ്ങളാണ്. ബോംബിക്കോൾ വളരെ പഴയ കാലത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഉദ്യോഗാർത്ഥികളെ കുഴക്കും. ഈ അടുത്ത കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? SCRT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു പോയ ഒരു സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സയൻസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമാണ് എളുപ്പം. കാരണം അവിടെ സയൻസ് മാത്സ് അവർക്ക് കിട്ടും. അവിടെ ചോദ്യം 57. നന്നായി പഠിച്ചു പോയ എല്ലാവർക്കും ഇത് നല്ല മാർക്ക് കിട്ടൂട്ടോ. അത് ഞാൻ വീണ്ടും പറയാം. 57ാമത്തെ ചോദ്യം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. എക്സിറ്റ് സംരക്ഷണത്തിന് ഇത് ഇതിലുണ്ട്. 2003 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതാണ്? ആ നോബൽ സമ്മാനം കണ്ടുപോയവർക്ക് അറിയാതെ COVID-19 മറക്കില്ല അല്ലേ? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു വൈറസ് ആണ്. SCRT ബുക്കിൽ നിന്നാണ്. ധവളപ്രകാശം അതിൻ്റെ ഘടകങ്ങളായി മാറുന്ന പ്രവർത്തനം അത് SCRT ബുക്കിൽ നിന്നാണ്. B ആണ് പ്രകീർണനമാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ് എന്നാണ് അടുത്ത ചോദ്യം. അത് ഫോർമിക് ആസിഡ് ആണ്.
അതൊക്കെ SCRT ഇതാണ്. താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? SCRT 62A ആണ്. 62 ചലനമല്ല, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാ? ഞാൻ കണ്ടുടനെ കണ്ടു, ജമ്പിങ് ടു കൺക്ലൂഷൻ നിങ്ങളും ഉണ്ടാവും കേട്ടോ. ഓക്കെ, പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അവിടെ വിസരണം ഉണ്ട്, പെടാത്തത് വിസരണമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? 63ാമത്തെ ചോദ്യം. അത് സിങ്ക് ആണ്. പണ്ട് മരുഭൂമിയിലെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? SCRTയിൽ നിന്ന് വന്നതാണ് വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇതൊക്കെ SCRT ആണ്, മുൻകാല ചോദ്യമാണ്, ലാവോസിയെ ആണ്. 66ാമത്തെ ചോദ്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? എല്ലാവരും ഉത്തരം എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചന്ദ്രയാൻ 3 ആണ്. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. വീണ്ടും നോക്കൂ, 67ാമത്തെ ചോദ്യം വരുന്നത് എന്താണ് വരുന്നത്? ബി, ക്ഷയം, മൈക്രോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. ട്യൂബർക്യുലോസിസ് എന്ന് തന്നിട്ടുണ്ടോ? മൈക്രോ ബാക്ടീരിയ എന്ന് മാത്രമല്ല, ഒന്നെന്നെ നോക്ക്, നിങ്ങൾ പഠിച്ചു പോയിട്ടില്ലെങ്കിലും ക്ഷയം ട്യൂബർക്യുലോസിസ് ആണെന്നുള്ള ആൾക്ക് 1, 2ലാണ്. അത് മാത്രം നോക്കി അവിടെ A 1, 2ലാണ്, B 1, 2ലാണ്, ബാക്കി രണ്ടും അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ഇനിയിപ്പോൾ അറിയില്ല എന്ന് വിചാരിക്കുക. ഡെങ്കിപ്പനി, മലമ്പനി പ്ലാസ്മോഡിയം ആണെന്ന് അറിയാത്തവരുണ്ടാവില്ലല്ലോ, ബേസിക് ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 4, 1 ആണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ തെറ്റി, അതുകൊണ്ട് ആൻസർ ഇവിടെ B എന്ന് വരും. ഇനി ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ച് ശരിയാണ്. 2, 3 ആണ്. എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറയാണ്. പ്രാവശ്യത്തെ പുതിയ പാഠഭാഗത്തിൽ അതൊക്കെ ഉണ്ട് കേട്ടോ, വിശദമായിട്ടുണ്ട്. അതൊന്ന് വന്നൊരു ചോദ്യമാണ്. അടുത്തത് മന്ദരോഗം പരത്തുന്ന കൊതുകേത്? ഇതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച പഠിച്ച ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ നിർത്തി നോക്കുക. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ ഏകദേശം 40-നടുത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം രോഗം, രോഗാണുക്കൾ അതുമായി ബന്ധപ്പെട്ട് വന്നു, ഫിസിക്സ് എന്ന് വന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. 66 മന്ദരോഗം പരത്തുന്ന കൊതുവേത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 68ാമത്തെ ചോദ്യം. അവിടെ മന്ദരോഗം പരത്തുന്ന ഇവിടെയും ഒരു സംശയം വരാം. ക്യൂലെക്സും ഈഡിസും അനോഫിലിസും വന്നു അല്ലേ? അവിടെ ക്യൂലെക്സും അനോഫിലിസും തമ്മിൽ പലർക്കും പലതവണ എന്തു പോകുന്നതാണ്, മാറിപ്പോകുന്നതാണ്. അവിടെ ക്യൂലെക്സ് കൊതുവാണ് മന്ദരോഗം പരത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗമേത്? ഇപ്രാവശ്യത്തെ SCRT 5ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ വിശദമായി പറയുന്ന ഭാഗമാണ് കേട്ടോ, മീസിൽസ്. ഈ 10th പ്രിലിംസിന് പോണവർ ശ്രദ്ധിക്കുക, ഇപ്രാവശ്യത്തെ 5ാം ക്ലാസ്സിലെ SCRTയിലെ ആദ്യത്തെ പാഠം വ്യാധികൾ ചെറുക്കാം എന്ന ഭാഗത്തിൽ എല്ലാ തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളെ കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നു 10th പ്രിലിംസിൽ അതിൽ നിന്നൊരു ചോദ്യം കയറി വരും. കുറച്ച് കൺഫ്യൂസിങ് ആണ്, നന്നായി പഠിച്ചു പോവുക കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, രക്തത്തിലെ ഹിമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം, സിമ്പിൾ ചോദ്യമാണ്, ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, അതും നിങ്ങൾക്കറിയാം, എഡ്വേർഡ് ജെന്നർ ആണ്. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം, പതിവ് PSC ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട്, സ്വിഗ്ബോ മാനോമീറ്റർ അല്ലേ? പതിവ് ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഈ കാണാപ്പാഠം പഠിച്ചു പോകുന്നവർക്ക്. അർത്ഥമറിഞ്ഞ് പഠിക്കുക. 10ാം ക്ലാസ് ഒന്ന് നന്നായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ അത് മുന്നിലുള്ള സയൻസ് പാഠങ്ങളിലും ഉണ്ട്. 73ാമത്തെ ചോദ്യത്തിൽ നമുക്കറിയാം, ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? അവിടെ തെറ്റാണ്. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയല്ല പ്രമേഹം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് മസ്തിഷ്കാഘാതം, അത് ശരിയാണ്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ, അതും ശരിയാണ്. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ, അത് കണ്ടവർക്ക് തന്നെ അറിയാം, അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ 2, 3 മാത്രമാണ് ശരി, അതുകൊണ്ട് B ആണ് ഇവിടെ ശരി. എംഫിസീമ, ഇതൊക്കെ അല്ലെ, പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്നുള്ള പുസ്തകവും രോഗങ്ങളെ ചെറുക്കാം എന്നുള്ള 10ാം ക്ലാസ്സിലെ പാഠവും പഠിച്ചു പോയ ഒരാൾക്ക് ഈസിയായി ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ് ശ്വാസകോശം എന്നുള്ളത്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി, കഴിഞ്ഞ 3 ചോദ്യപേപ്പറുകൾ കണ്ടവർക്ക് ആൻസർ ചെയ്യാൻ പാവുന്ന 4 ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതിലൊന്ന് ഇതാണ്. 75ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? D ആണ്, മൃതസഞ്ജീവനി. പലതവണ ചോദിച്ചതുമാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി, അത് നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം വന്നിരുന്നു, തെറ്റുത്തരം നൽകാൻ. അപ്പോൾ 76ാമത്തെ ചോദ്യം, അത് കണ്ടവർക്ക് അറിയാം, അമൃതം ആരോഗ്യം എന്നാണ്. അവിടെ അമൃതം എന്ന് മാത്രമേ തന്നിരുന്നുള്ളൂ. പിന്നെ നമുക്കറിയാം, ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഇത് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല കേട്ടോ, കാരണം അത് ആരായിരുന്നു?
കാരണം ഇന്ത്യൻ ഹോക്കി ടീമൊക്കെ അവിടെ ഒളിമ്പിക്സ് മത്സരത്തിൽ നേട്ടം നേടിയതാണ്. അത് മുഴുവൻ നമ്മൾ ഓർത്തിരിക്കണം. ആരായിരുന്നു ഓർമ്മണ്ട? അത് അവിടെ ഹർമൻപ്രീത് സിംഗ് ആണ്. ഓക്കെ, 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. ദേശീയ ചലച്ചിത്ര അവാർഡാണ് ചോദിച്ചത്. ശരിയാണ്, അതവിടെ ആട്ടം. 70ാമത് വന്നിട്ട് നിങ്ങൾക്ക് പറ്റിയതാവോ? അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ഇത് നമുക്കറിയാം, ഏകദേശം അറിയാവുന്നവർക്കറിയാം. അത് മലിനജലത്തിലൂടെയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എസ് സോമനാഥാണ്. ഇനി കണക്കിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ചോദ്യം ബോർഡ് മാസം. ആദ്യത്തെ ചോദ്യം തന്നെ ബോർഡ് മാസം. ഓക്കെ, ആ ചോദ്യം തെറ്റിച്ചെന്നു. ഇവിടെ പക്ഷേ മാത്സ് നന്നായി അറിയുന്ന ഒരാൾക്ക്, അങ്ങനെയുള്ളവരല്ലല്ലോ പി എസ് സിക്ക് വരുന്നത്. മാത്സ് മൊത്തം കലക്കി കുടിച്ചു വരുന്നവരല്ലോ. പി എസ് സി അത് ശ്രദ്ധിക്കണ്ടേ? ഈ ചോദ്യം കണ്ട ഒരാൾ ഇതിന് ഉത്തരം ഉണ്ട് എന്നല്ലേ വിചാരിച്ചിരിക്കുക. പക്ഷെ ഇവിടെ അറിയണവർക്കറിയാം എന്താണ്. അവർ വിചാരിക്കും ഇനി അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന്. 8 ഹരിക്കണം 2 4 7 4 28 ഇവിടെ എത്തി. ഇനി 28നോട് 14 ഗുണിച്ചാൽ 28നെക്കാട്ടും വലിയ സംഖ്യ. ഇനി അതിനോട് 9 കൂട്ടുമ്പോൾ 28 തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉത്തരമില്ല എന്ന് ഒരു ബി എസ് സി മാത്സുകാരൻ അറിയണ്ടായിരിക്കും, അല്ലെങ്കിൽ നന്നായി മാത്സ് ചെയ്തു പോയ ഒരാൾക്ക് അറിയണ്ടായിരിക്കും. പക്ഷെ ബോർഡ് മാത്സ് അത്യാവശ്യം അറിയുന്ന ഒരാൾ, അങ്ങനെയുള്ളവരല്ലേ വരിക. അവരെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പി എസ് സി കുറച്ച് കുരുത്തക്കേട് ചെയ്തു എന്നുള്ളത്. അതായത് പരീക്ഷാ ഹാളിൽ സമയം അനാവശ്യമായി ഉദ്യോഗാർത്ഥികൾക്ക് പോകുന്ന ചോദ്യം. 81ാമത്തെ ചോദ്യം തെറ്റി. മറ്റേത് തെറ്റണത് പോലെയല്ല ഇത് തെറ്റണത്. കാരണം ഇതിനൊരു ഉത്തരം ഉണ്ട് എന്നാണ് വിചാരിക്കുക. എനിക്ക് തെറ്റിയെന്നാണ് ശരാശരി ഉദ്യോഗാർത്ഥി വിചാരിക്കുക. എന്നാൽ അവന് ഉത്തരം കിട്ടണതുമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അടുത്തതും കൊളാക്കി. 7² × 2 ഹരിക്കണം 2 × 7. 2 ഹരിക്കണം 2 1 ഇപ്പൊ 7² × 1 × 7 7³ ആണ് വേണ്ടത് എന്നറിയുന്ന ഒരാൾ ഇവിടെ ഇന്ന് ആൻസർ ഇല്ല എന്നറിയും. അതുകൊണ്ട് ഇത് തെറ്റാണ്. അവിടെയും തെറ്റാക്കി. അത് പിന്നെ അടുത്ത ചോദ്യം പിന്നെ ഒരു നല്ല ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. പഠിച്ചു പോകുന്ന എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റാവുന്ന രീതിയിൽ 83-ൽ ബി ആണ് ശരി. ഞാൻ അതിൻ്റെ വിശദമായ ക്ലാസ് ആയിട്ട് പിന്നെ വരാം. ഒരു കുടുംബത്തിൽ 5 പേരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. അത് കണ്ട ആൾക്ക്, കൃത്യമായി ടെക്നിക്ക് കണ്ട ഒരാൾക്കറിയാം അല്ലേ. ഇവിടെ കൂടിയിട്ടുള്ളത് 3ഉം 1ഉം 4ഉം 2ഉം 6 ഈ 160 കൂടിയിട്ടുള്ളത്. ആ 6 കുറച്ചാൽ ഇവിടെ 154 എന്ന്. എന്താണ് ശരാശരി എന്ന് കൃത്യമായി ചെയ്തു പോയവർക്ക് അറിയാം. കാണാപ്പാടം പഠിച്ച് ഫോർമുല പഠിച്ചു പോയത് നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട ക്ലാസ് വെക്കാം. ഇതൊക്കെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റാവുന്നതേ ഉള്ളൂ. നോക്കൂ, അടുത്ത ബോർഡ് മാത്സ്. 3 ചോദ്യമാണ് ബോർഡ് മാത്സ് എന്ന് വന്നത്. 2 തെറ്റിച്ചു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 41. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആദ്യം ബ്രാക്കറ്റിലുള്ള ക്രിയ ചെയ്യണം. അപ്പം 52. ഇവിടെ 52 × 7. ഇനി 52 × 7 ആണ് ആദ്യം ചെയ്യേണ്ടത്. ബോർഡ് മാസം നിങ്ങൾക്കറിയാലോ. അപ്പോൾ 750 350 7 2 14 364 വരും. 41 30 പോയ 11 375. സി ആണ് ആൻസർ വരിക കേട്ടോ. 85ാമത്തെ ചോദ്യത്തിന് സി ആണ് ആൻസർ വരിക. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിന്റെ വേഗത എത്ര? കാണാപാഠം പഠിച്ചു പോയവർ ഇത് നേരെ എടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗത എന്ന് പറഞ്ഞാൽ. യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ 1 മണിക്കൂർ. 1 മണിക്കൂറിൽ എത്ര സഞ്ചരിച്ചു? അരമണിക്കൂർ കൊണ്ട് 250 കിലോമീറ്റർ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 500 കിലോമീറ്റർ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ഉൾപ്പെടുത്തേണ്ടത്. കുറച്ചും കൂടി വിഷമം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ കൺസെപ്റ്റ് ബേസ് ആയിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട ചോദ്യങ്ങൾ. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എന്ത്? എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. പതിവായി ആവർത്തിക്കുന്ന ഒരു ചോദ്യം തന്നെ 1408 55 80 100 എന്നീ സംഖ്യകളുടെ ഊസാഗ എത്ര? ഇതിന് ഊസാഗയുടെ ഫോർമുല കണ്ട് ചെയ്യുന്നവരുണ്ടാവും. ഇതൊന്നും വേണ്ടട്ടോ. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഊസാഗ എന്ന് പറഞ്ഞാൽ ഘടകമാണ്. ഘടകം എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളിലൊക്കെ പോകണം. നോക്കൂ, 55 10 പോവുമോ? ഇല്ല, അവിടെ വിട്ടിട്ടു. 55-ൽ 8 പോവുമോ? 8ന്റെ ഗുണകോഷ്ട പട്ടികയിലിടൂ, 8 പോയി. 55-ൽ 2 പോവുമോ? അതും പോവില്ല. ഉത്തരം എഴുതി. 55-ൽ പോണത് 5. 55 പോണ 5 80-ലും 100-ലും പോകും. ഇതാണ് ഉത്തമമായ ചോദ്യം. വളരെ പെട്ടെന്ന് ആൻസറായി. ഉദ്യോഗാർത്ഥിക്ക് കൺസെപ്റ്റ് അറിയാം. നാളെ ജോലിക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പ്രയോഗിക്കാനും അവന് സാധിക്കും. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏത്? വെരി ഗുഡ്. ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. ക്യൂബുകളാണ് ചോദിച്ചിട്ടുള്ളത്. 2³ 8 3³ 27 4³ 64 16 ആരുടെയും ക്യൂബല്ല, 4ന്റെ സ്ക്വയർ ആണ്. അവിടെ പോയി, അതുകൊണ്ട് 16 ഇവിടുത്തെ ഒറ്റയാണ്. 1 3 6 എന്നീ ഇങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം എന്തായിരിക്കും? ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാൻ. ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, അപ്പൊ ഇനി 4 കൂട്ടണം, അപ്പൊ 10. ഓക്കെ, വെരി ഗുഡ്. 2 n + 1 = 32 ആയാൽ n = എത്ര? 2 5 ആണ് 32. അപ്പോൾ n + 1 ആണ് 5. കാരണം ഈ n + 1 പകരം ഇവിടെ 5 നിൽക്കുകയുള്ളൂ.
അപ്പം n എത്രയായിരിക്കും 4. ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരുമുണ്ട്. ആകെ കാലുകൾ 70-ഉം ആകെ തലകൾ 30-ഉമാണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇതേ ചോദ്യം കുറേ കാലം മുമ്പേ, എനിക്ക് തോന്നുന്നു ഒരു 2000 കാലഘട്ടങ്ങളിൽ PSC നിരന്തരമായി ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ദാ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഈസിയാണ്, നിങ്ങളിത് പഠിച്ചു പോകേണ്ട ചോദ്യമാണ്. ഇത് 20 ചോദ്യമാണ്. അതിന് എളുപ്പ വഴിയുണ്ട്, നമുക്കൊരു ക്ലാസ്സിൽ പറയാം. 93ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 93ാമത്തെ ചോദ്യം 0.05² × 1/20. ഈ ചോദ്യം പണ്ടൊരു ട്രെൻഡായിരുന്നു. 10th പ്രിലിംസിനാണ്. അതെ, 10th പ്രിലിംസിന് അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഈ 1/20. ഓക്കെ, അതായത് 1/8 എത്രയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കുന്നത് ഈ 5/100നെയാണ് ഈ 1/20 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് 0.05. ഇപ്പൊ 0.052 × 0.052 ആണ്. ഇപ്പൊ 0.053. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാവുന്ന പാകത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതൊക്കെ PSC നിരന്തരം ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കറക്റ്റ് ആക്കുക. ഇനി 94ാമത്തെ ചോദ്യം 1, 2, 4, 8 എന്നീ സംഖ്യയുടെ അടുത്ത പദം എന്ത് എന്നുള്ളതാണ്. ഇവിടെ 2 0 1, അല്ലെങ്കിൽ 1നെ 2 കൊണ്ട് ഗുണിച്ചു, 2നെ 2 കൊണ്ട് ഗുണിച്ചു, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16. രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് ഏത് എന്നുള്ള ചോദ്യമാണ്. വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 27. വീണ്ടും നോക്കൂ, ബോർഡ് മാസ്. എത്രാമത്തെ ചോദ്യം? 5ാമത്തെ ചോദ്യം. തോന്നിയാസാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരേ ടൈപ്പ് ചോദ്യം ഒരുപാട് തവണ ആവർത്തിച്ച് വെക്കരുത്. ബോർഡ് മാസ് മാത്രം കൊളാക്കി പോയ ഒരാള് നോക്കൂ, ഈ 5 ആൻസർ അവന് തെറ്റിയോ? ഒരു ന്യായം വേണ്ടേ? ഒരു ഭാഗത്തുനിന്ന് മാത്രം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ശൈലി മാറ്റി PSC എല്ലായിടത്തും, എല്ലാ മൈക്രോസ്കോപ്പിക്കും ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് PSC ചോദ്യങ്ങൾ വരട്ടെ. ഇതിനർത്ഥം നന്നായി പഠിച്ചു പോയ ഒരാൾക്ക് ഇതൊക്കെ ഈസിയാണ്. എല്ലാം പഠിച്ചു പോയ ഒരാൾക്ക് 2 × 3 6. 6 ഹരിക്കണം 6 1. ഇവിടെ മൊത്തം ആൻസർ 1 എന്ന് കിട്ടും. 1 + 1 2, 2 ന്ന് 1 പോയാൽ 1. അതുകൊണ്ട് ഇവിടെ ഉത്തരം 96 C ആണ് ആൻസർ ആയിട്ട് വരിക. 97ാമത്തെ ചോദ്യം 11ന് 132. 11 × 12 ആണ് മക്കളെ 132. അപ്പൊ 22നെ 12 കൊണ്ട് ഗുണിച്ചു അല്ലേ? ആ ചോദ്യങ്ങൾ വീണ്ടും കയറി വരുന്നു. 97ാമത്തെ ചോദ്യത്തിന് ഉത്തരം 264 ആണ്. 22 × 100 അല്ല 10 220 എന്ന് കിട്ടി. 22 × 2 44 കൂടി കൂട്ടിയ 264 എന്ന് കിട്ടി. ഒറ്റയാൻ ഏത്? ഈ ചോദ്യത്തിന് ചതുർഭുജം, ലംബകം, സാമാന്തരികം, ചതുരം എന്നുള്ളതല്ലേ. ഇവിടെ ഏതായിരിക്കും ഒറ്റയാൻ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കുറച്ച് ഒരു കടുപ്പമേറിയ ചോദ്യമായി എന്ന് തന്നെയാണ് എൻ്റെ മാത്സിലെ ചോദ്യം. ഇത് മാത്രമാണ് ഒരു കടുപ്പമേറിയ ചോദ്യം. ബാക്കിയൊക്കെ തോന്നിയാസം കൊണ്ട് PSC കടുപ്പമാക്കിയതാണ്. ചതുർഭുജമാണ്. എന്തുകൊണ്ട്? ചതുർഭുജത്തിന്റെ പ്രത്യേകതകളാണ് ലംബകം, സാമാന്തരികം, ചതുരം എന്ന് പറയുന്നത്. ചതുർഭുജത്തിന്റെ എല്ലാ കോണും 90 ഡിഗ്രി ആകുമ്പോഴാണ് അത് ചതുരം എന്ന് പറയുന്നത്. ഓക്കെ, ചതുർഭുജത്തിന്റെ തന്നെ ഒരു ജോഡി എതിർവശങ്ങൾ മാത്രം സമാന്തരമാകുമ്പോഴാണ് ലംബകം. കണ്ടോ? ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരം. ഇത് രണ്ടും സമാന്തരം, ഇത് രണ്ടും അല്ല. ഇതിനെയാണ് ലംബകം, ട്രപ്പീസി എന്ന് പറയാം. സാമാന്തരികം എന്ന് പറഞ്ഞാൽ 2 ജോഡി എതിർവശങ്ങളും സമാന്തരം, അതാണ് സാമാന്തരികം. ചതുർഭുജം, ഇതൊക്കെ ചതുർഭുജ. സാമാന്തരികമാണെങ്കിലും ചതുരമാണെങ്കിലും ലംബകമാണെങ്കിലും ഒക്കേനും എത്ര വശമാണ്? 4 വശമാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. അതുകൊണ്ട് ഇവിടെ ചതുർഭുജം ഇതെല്ലാവരുടെയും ഗണമാണ്. ചതുർഭുജം, ലംബകം ചതുർഭുജാണ്, ചതുരം ചതുർഭുജാണ്, സാമാന്തരികം ചതുർഭുജമാണ്. എന്നാൽ ഇതൊക്കെ ലംബകവും ചതുരവും സാമാന്തരികവും വെവ്വേറെയാണ്. ഇതാണ് ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള സംവൃത രൂപം, പോളികൾ കേട്ടോ. എപ്പോഴും ഈ മാത്സ് ഒക്കെ ഉള്ളവർ വിചാരിക്കും എനിക്ക് പെട്ടെന്ന് കിട്ടും, ഇങ്ങനത്തെ ലംബകം എന്നൊക്കെ തന്നാൽ തലയിട്ടും. ട്രപ്പീസി എന്താണെന്ന് അറിയണ്ടാവും, കോഡിലേറ്ററൽ എന്താണെന്ന് അറിയണ്ടാവും. ഇപ്പൊ ഈ സയൻസ് മാത്സ് ഒക്കെ മലയാള പദങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ചു വെച്ചോളുള്ളൂ ആ സ്ട്രീമിൽ നിന്ന് വരുന്നവർ. 2, 3, 5, 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സംഖ്യ ഏത്? ഇത് പ്രയാസം ഉണ്ടാക്കുന്ന അറിയില്ല. അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകൾ ഇപ്പോൾ ധാരാളം ചോദിക്കുന്നുണ്ട്. അപ്പൊ 2, 3, 5, 7. ഇനി എത്രാമത്തെ അഭാജ്യ സംഖ്യ? അത് കഴിഞ്ഞാൽ 11 ആണ് അല്ലെ? പിന്നെ 13 വരും, പിന്നെ 15 വരും, പിന്നെ 17 വരും. അതുകൊണ്ട് ഇവിടെ 17 ആണ് ആൻസർ വരുന്നത്. 19 അല്ലെ? 17 അല്ല. 2, 3, 5, 7. പിന്നെ ഏതാ വരിക? 11. പിന്നെ ഏതാ വരിക? 13. പിന്നെ ഏതാ വരിക? 17. 19 ആണ് 8ാമത്തെ സംഖ്യയാണ് ചോദിച്ചുള്ളത്. 17 ആണ്. ഓക്കെ. 4 2/6 ഹരിക്കണം 1 2/6 അല്ലെ? ഇതിനെ വിഷമഭിന്നമാക്കുക, ഇതിനെയും വിഷമഭിന്നമാക്കുക, എന്നിട്ട് വിക്രമെടുത്ത് ഗുണിക്കുക. അപ്പൊ 6 6 കട്ട് ചെയ്ത് പോകും. നമുക്ക് ഈസി ആയിട്ട് ആൻസർ പിന്നീട് അതിനെ മിശ്രഭിന്നമാക്കിയാൽ 3 1/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സപ്പിൽ.
നാളെ മുതൽ നമ്മൾ വളരെ ഇൻറ്റൻസീവായിട്ട് 10th പ്രിലിംസിനുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം.